ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ജമാഅത്തെ വിമർശനം എന്നാൽ മുസ്ലിം വിമർശനമല്ല. RSSകാരെ വിമർശിച്ചാൽ ഹിന്ദുക്കളെ വിമർശിക്കലല്ല എന്നതുപോലെ തന്നെ ഈ സമീകരണം നടത്തി വിജയരാഘവന്റെ വയനാട് ജില്ലാ സമ്മേളന പ്രസംഗത്തെ പൂർണ്ണമായും ശരിവച്ചിരിക്കുന്നു CPIM. വിജയരാഘവന്റെ പ്രസംഗം BJP ദേശീയ തലത്തിൽ ആയുധമാക്കി കഴിഞ്ഞു. കേരളത്തിൽ മുസ്ലിം വർഗീയത വോട്ടുകൊണ്ടാണ് 3 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് രാഹുലും 4 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പ്രിയങ്കയും വിജയിച്ചത് എന്നാണ് CPIMന്റെ വാദം. വോട്ടിലെ മിതവാദവും തീവ്രവാദവും തിരിച്ചറിയാനുള്ള എന്ത് യന്ത്രമാണ് CPIMന്റെ പക്കലുള്ളത്? CPIMന് പിന്തുണ നൽകിയ കാലത്തിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രതയിൽ എന്ത് വർധനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ആരാരുടെ സഖ്യം എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗിൽ നിന്നും, CPIMൽ നിന്നും V വസീഫ്, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം അഡ്വക്കേറ്റ് ഷിബു മീരാൻ, കഴിഞ്ഞ ദിവസം വിജയരാഘവൻ നടത്തിയ പ്രസംഗം അതൊരു തീവ്ര പ്രസംഗമാണ് എന്നും CPIM അതിനെ തള്ളിക്കളയുമെന്നും പ്രതീക്ഷിച്ച ചിലരെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി, അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നു അത് പാർട്ടി നിലപാടാണ് എന്ന്. ഒന്ന് വിശദീകരിക്കാമോ? സ്മൃതി, തീർച്ചയായും നേരത്തെ ഈ മെക്സവൺ വിവാദം വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ P മോഹനന് CPIMന്റെ സംസ്ഥാന നേതൃത്വം തിരുത്തും നമ്മൾ കണ്ടിരുന്നു. സ്വാഭാവികമായും വിജയരാഘവന്റെ ഈ അതിരുകടന്ന പ്രസ്താവന അത് ഇന്ന് കാണുന്ന രൂപത്തിൽ MV ഗോവിന്ദൻ മാഷ്, ശ്രീമതി ടീച്ചർ, നേരത്തെ P ജയരാജൻ, ചാനലിൽ CPIMന്റെ നിലപാട് പറയുന്ന നേതാക്കന്മാർ, ഒരു പാർട്ടി സംവിധാനം ആകെ ഒന്നടങ്കം അതിനെ ഏറ്റെടുക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തെ തിരുത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്നലെ തന്നെ നമ്മളിതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ നൽകി. ഇതൊരു നിലപാട് മാറ്റത്തിന്റെ, ഒരു കാർഡ് മാറ്റി കളിക്കലിന്റെ സൂചനയാണോ എന്ന സംശയം ഞങ്ങൾ ഉൾപ്പെടെ പലരും പങ്കുവച്ചതാണ്. ഇതിപ്പോ ഒരു കാര്യം വ്യക്തമാണ്, ഇവര് പോയി ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ എന്ന് പണ്ടൊരു സിനിമയിൽ പറഞ്ഞതുപോലെ ഒരുപോലെ ആവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ സ്മൃതി, വയനാട് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടാണല്ലോ ഇത് പറയുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചതും രാഹുൽ ഗാന്ധി ജയിച്ചതും ഈ തീവ്ര ഘടകങ്ങളുടെ പിന്തുണയോടെയാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഇവര് ഡൽഹി കാണുമോ എന്നാണ് വിജയരാഘവൻ ചോദിച്ചത്. ഞാൻ വളരെ പെട്ടെന്നൊരു കണക്ക് പറയാം. 2019 സ്മൃതി, അവിടെ രാഹുൽ ഗാന്ധിക്ക് 7 ലക്ഷം വോട്ടുകളാണ് ലഭിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ 2,70,000 വോട്ടുകൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം 2019 വോട്ട് ചെയ്ത അതേ മനുഷ്യർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗിന്റെ ഭാഗമായി ബത്തേരിയിൽ, മാനന്തവാടിയിൽ, അതേപോലെ തന്നെ കൽപ്പറ്റയിൽ, വണ്ടൂരിൽ, തിരുവമ്പാടിയിൽ, നിലമ്പൂരിൽ, ഈ 6-7 മണ്ഡലങ്ങളിൽ 3 ഇടതുപക്ഷം ജയിച്ചു. ഏതാണ്ട് 4,20,000 വോട്ടുകൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നു. എന്ന് വെച്ചാൽ 1.5 ലക്ഷം വോട്ട് കൂടി. ഇപ്പോൾ പറയുന്ന ന്യായം അനുസരിച്ചാണെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്ത 1.5 ലക്ഷം തീവ്രവാദികൾ 2021 ആവുമ്പോഴേക്കും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്നാണ്. ഈ തീവ്രവാദികളുടെ ഈ 6,20,000 തീവ്രവാദികൾ, ഇപ്പൊ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത 6,20,000 തീവ്രവാദികൾ ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. ആ തീവ്രവാദികളുടെ വോട്ട് ഇനി മുതൽ അങ്ങോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ CPIM തയ്യാറാവോ? പറയുന്നത് എന്താണ്? സ്വീകരിക്കുന്ന ഒരു തന്ത്രമുണ്ട്. കാരണം ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയാണ് വിമർശിച്ചത്, മുഴുവൻ മുസ്ലിങ്ങളെയുമല്ല, ആ നിലയ്ക്ക് അതിനെ കാണരുത് എന്ന് ഇന്ന് MV ഗോവിന്ദനും പറയുന്നു. പക്ഷേ അന്നത്തെ പ്രസംഗത്തിൽ വിജയരാഘവൻ കൃത്യമായി പറയുന്നുണ്ട് ആരുടെ പിന്തുണയിലാ രാഹുൽ ഡൽഹിയിലെത്തിയത്. മുസ്ലിം വർഗീയ വോട്ടുകളുടെ പിന്തുണയില്ലെങ്കിൽ രാഹുൽ ഇവിടെ നിന്ന് ഡൽഹിക്ക് എത്തുമോ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര വലിയ ഒരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ടോ SDPI? ഇത്ര വലിയ സംഖ്യയിലേക്ക് ഉയർന്നിട്ടുണ്ടോ ജമാഅത്തെ ഇസ്ലാമി? അല്ല സ്മൃതി, ഇതിലെന്താ പ്രശ്നം? അത് പറയാൻ പാടില്ലേ? മുസ്ലിം വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ ആരാ? മുസ്ലിം ജനവിഭാഗത്തെയാണ് വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത്. ഈ ഷിബു മീരാൻ്റെ പാർട്ടിയുടെ നേതാവ് KM ഷാജിയും MK മുനീറുമൊക്കെ വിളിച്ചിട്ടില്ലേ ജമാഅത്തെ ഇസ്ലാമിയെ തീവ്രവാദികളെന്ന്, ഭീകരവാദികളെന്നൊക്കെ? ഞാൻ വീഡിയോ അയച്ചു തരണോ? എത്ര തവണ വിളിച്ചിട്ടുണ്ട്, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ വോട്ട് വേണ്ടാന്ന് പലവട്ടം ഇവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തല്ല ഞങ്ങളിത് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് CPIMന്റെ ഒരു ജില്ലാ സമ്മേളന വേദിയിൽ തെരഞ്ഞെടുപ്പും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനവും എല്ലാം സംസാരിച്ചുകൊണ്ട് 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന പ്രസംഗം. എനിക്ക് സ്മൃതിയോടും അതുപോലെ തന്നെ ഷിബുവിനെ പോലെയുള്ള ഈ മുസ്ലിം ലീഗിലൊക്കെ ഇടപെടുന്ന സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ വിജയരാഘവൻ്റെ പ്രസംഗം ഒന്ന് പൂർണ്ണമായും കേൾക്കണം. നിങ്ങൾ എല്ലാ CPMകാരുടെയും പ്രസംഗം ഒന്ന് പൂർണ്ണമായി കേൾക്കണം.
ഞങ്ങളുടെയൊക്കെ പ്രസംഗത്തിൽ, ഞങ്ങളുടെ നേതാക്കന്മാരുടെ പ്രസംഗത്തിലെല്ലാം പൂർണ്ണമായും അതിൻ്റെ ഒരു 90% സംഘപരിവാർ വിരുദ്ധ പ്രസംഗമാണ്, വർഗീയ വിരുദ്ധ പ്രസംഗമാണ്. രാജ്യത്തെ വിഭജിക്കുന്ന വലതുപക്ഷ തീവ്ര നിലപാടെടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരെയാണ് ഈ രാജ്യത്തുടനീളം ഞങ്ങൾ ഒരേ ഭാഷയിൽ സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ വയനാടിൻ്റെ, കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് മുസ്ലിം ലീഗിലെ ചില വിഭാഗത്തിൻ്റെ നിർബന്ധം കൊണ്ട് നേരത്തെ കൊണ്ടോട്ടിയിലൊക്കെ SDPIയുമായിട്ടൊക്കെ രാത്രി ചർച്ച നടത്തിയ അതേ ലീഗിൻ്റെ താല്പര്യപ്രകാരം ഒരു ഭാഗത്ത് SDPIയെയും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു നടപടിയുണ്ട്. ആ നടപടിയെ ഞങ്ങൾ ചോദ്യം ചെയ്യും. അതിനെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യണമെന്ന് പറയും. അത് പറയുന്നത് എന്ന് പറഞ്ഞാൽ വസീഫ് നിഷേധിക്കുമോ? അല്ല, അതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞ എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുന്നതിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ലേ? ഇവിടെ തന്നെ നോക്കൂ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളുടെ ഒരു CPMന്റെ ഒരു നിലപാടിന്റെ കൃത്യത നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ സത്യൻ മൊഗേരി ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ്. ഞങ്ങൾ അന്നൊന്നും ഇത് പറഞ്ഞില്ല. കാരണം എന്താ പറയുക, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്, അയ്യോ ഇത് ഡൽഹിയിലിരിക്കുന്ന BJPക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു സംസാരമായി പോയി. ഞങ്ങൾ അതൊന്നും പറഞ്ഞിട്ടില്ല അന്ന്. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഒരു ജില്ലാ സമ്മേളനത്തിനകത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇവരുടെ എല്ലാം പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് ഇവർ മത്സരിക്കുകയാണ്, ഇത് പറയണ്ടേ? ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഒന്ന് മൈക്ക് നീട്ടിയിട്ട് രാഹുൽ ഗാന്ധിയോട് ചോദിക്കണം, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും അംഗീകരിക്കുന്നുണ്ടോ എന്ന്. അവരുടെ പിന്തുണയിലും അവരുടെ സഖ്യകക്ഷികളുമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ UDF മത്സരിക്കുന്നത്. അതുകൊണ്ട് ആ നിലപാട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്ക്, അവർ തിരുത്തട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ പറയുന്ന 4 ലക്ഷവും അതിലധികമൊക്കെ വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് എന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ ഒരു പ്രതീക്ഷ നൽകുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൂടെ ഇവർക്ക്? ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ട. ആവർത്തിച്ച് സ്മൃതിയുള്ള വേദിയിൽ പോലും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ. സ്മൃതി തന്നെ പലപ്പോഴും പല ചാനലുകളിൽ വന്ന് ഇതേ പ്രതിനിധികളോട്, മുസ്ലിം ലീഗിന്റെയും UDFന്റെയും പ്രതിനിധികളോട് ചോദിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണോ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണോ? വേണ്ട എന്ന് നിങ്ങൾ പറയോ? ഇവരുമായിട്ട് നിങ്ങൾ സഖ്യമുണ്ടോ, ചർച്ചയുണ്ടോ, ധാരണയുണ്ടോ, നീക്കുപോക്കുണ്ടോ ഒക്കെ ചോദിച്ചില്ലേ? എന്താ ഇവർ പറയാത്തത്, ആർജവം കാണിക്കാത്തത്? ഇനിയിപ്പോൾ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. ഇവർക്കും ഈ ഷിബു വീരാൻ ഉൾപ്പെടെയുള്ളവർക്ക് പറയാൻ പറ്റുമോ ജമാഅത്തെ ഇസ്ലാമിയുമായി സീറ്റ് പങ്കിടില്ല എന്ന്? അവർ സീറ്റ് ധാരണ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും സ്മൃതി, ഞാനൊന്ന് ചോദ്യമാണ് വസീഫിനോടുള്ള ചോദ്യമാണ്. ജമാഅത്തെ ഇസ്ലാമി അതാത് ഘട്ടങ്ങളിൽ ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ നൽകുക, അതായത് LDFനും UDFനും മാറി മാറി നൽകിയിട്ടുണ്ട്. അവർക്ക് ആ സമയത്ത് യോജിക്കാവുന്നവർ എന്ന നിലയ്ക്ക് അങ്ങനെ നിങ്ങളെ പിന്തുണച്ച ചരിത്രവുമുണ്ട്, നിങ്ങളത് അംഗീകരിച്ച ചരിത്രവുമുണ്ട്. അത് രേഖകളിൽ തന്നെയുള്ള ചരിത്രമാണ്, അത് താങ്കൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു വാർത്ത വായിക്കാം. 2011 മെയ് 16 ശ്രീരാമകൃഷ്ണൻ, പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥിയായിരുന്ന P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റും പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥിയുമായ P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. ഇടത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും വിലയിരുത്തിയാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയത്. അത് ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. ഇത് 2011 ഇനി 96 പോയിട്ടുള്ള നിങ്ങൾ ദേശാഭിമാനിൽ തന്നെ വന്നിട്ടുള്ള മുഖപ്രസംഗമുണ്ടല്ലോ. 1996 ഏപ്രിൽ 22 തിങ്കളാഴ്ച വന്ന മുഖപ്രസംഗം. അതിൽ ക്രിസ്തീയ പുരോഹിതന്മാരുടെ അഭ്യർത്ഥന വന്നതിൻ്റെ തൊട്ടുപിറകെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിൻ്റെ തീരുമാനവും ഇതാ പുറത്തു വന്നിരിക്കുന്നത്. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി ഒരേ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് ഇവർ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് ആരോട് യോജിക്കണമെന്ന് അവർ പിന്നീട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ചർച്ച നടത്തിയ ശേഷം രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിയും ഭരണകക്ഷിയുമായ കോൺഗ്രസ് ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തെ ആ പാർട്ടി വഞ്ചിച്ചു.
ടാഡ പോലുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു. അഴിമതി ദേശീയ സംസ്കാരമായി തെരഞ്ഞെടുപ്പ് ആസനമായിട്ടും തെറ്റുതിരുത്താനോ മേലിൽ നീതിപൂർവ്വമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ലോകത്ത് എവിടെയും ഉണ്ടാകുന്ന സംഭവങ്ങളുടെ പ്രശ്നങ്ങളിൽ ആയാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. അതായത് കൃത്യമായി എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യവും ഈ മുഖപ്രസംഗത്തിൽ പറയുകയാണ്. അപ്പോൾ CBCIയുടെ പോലെ അത്രയേറെ ആഴത്തിലും പരപ്പിലും സംഭവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടല്ലെങ്കിലും ജമാഅത്തെ ചെന്നെത്തി നിൽക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ തന്നെയാണ്. അങ്ങനെ ആ പിന്തുണ സ്വീകരിക്കുകയാണ് 96-ലും 11-ലുമുള്ള കഥ, പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ മറ്റു ചില കഥകൾ, അതൊക്കെ തൊട്ട് കഴിഞ്ഞ വർഷങ്ങളിലല്ലേ. അഭിമന്യു കൊലപാതകത്തിന് ശേഷം നടന്ന കൂട്ടുകെട്ട്, അഭിമന്യു കൊലപാതകത്തിന് ശേഷം ആ കൂട്ടുകെട്ട് പിൻവലിക്കുമെന്ന് പറഞ്ഞ പ്രതികരണങ്ങൾ, ഇതൊക്കെ തന്നെയും റെക്കോർഡിക്കലായി കടക്കുന്ന കാര്യങ്ങളല്ലേ വസീഫ്? പിന്നെ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത തർക്കത്തിലേക്ക് പോകുന്നത്? അല്ല, അത് മനസ്സിലായില്ല. അഭിമന്യു കൊലപാതകത്തിന് ശേഷം പറയട്ടെ, അഭിമന്യു കൊലപാതകത്തിന് ശേഷം SDPI കൂട്ടുകെട്ട് ഞങ്ങൾ ഇതാ ഉപേക്ഷിക്കും, ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന കൂട്ടുകെട്ട് ഇതാ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന പ്രതികരണങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നതുണ്ട്. ആര് പറഞ്ഞു? എളമരം കരീമിന്റെ പ്രതികരണം. എന്തിനാണ് ഈ പറയുന്നത്? വന്ന വാർത്തകളെ നിഷേധിക്കാതിരിക്കൂ. ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാധ്യമങ്ങൾ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ. നിങ്ങളിൽ ചിലർ എപ്പോഴും പൂർണ്ണമായും എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ കൂട്ടുപിടിക്കല്ലേ. ചില മാധ്യമങ്ങൾ നുണകൾ പ്രചരിപ്പിക്കാറുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, SDPIയുമായും RSSുമായിട്ടൊക്കെ നേരിട്ട് ഏറ്റുമുട്ടുന്നവരാണ് ഞങ്ങൾ. അവരെ നഖശിഖാന്തം എതിർക്കുന്നവരാണ് ഞങ്ങൾ. ഈ RSSനെയും SDPIയും ഒക്കെ എല്ലാ വേദികളിലും എതിർക്കുന്നവരാണ് ഞങ്ങൾ. ചില തെരഞ്ഞെടുപ്പുകളിൽ അവരെവിടെയെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിലോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലോ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു വരുന്ന സമയത്ത് അവരുടെ പിന്തുണയോടുകൂടി ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റോ മറ്റോ ജയിച്ചു കഴിഞ്ഞാൽ ഉടനടി രാജിവെക്കുന്ന രീതിയാണ് ഞങ്ങൾക്കുള്ളത്. എവിടെയാണ് അങ്ങനെ രാജിവെക്കാതിരുന്നത്? എവിടെയെങ്കിലും പ്രാദേശികമായി ഏതെങ്കിലും പ്രദേശത്ത് അവരുടെ പിന്തുണയോടുകൂടി ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റുമാരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞപാടെ ഇടപെട്ട് അവരെ വാശിയോടുകൂടി ആ പിന്തുണയിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്ന മുന്നണിയും പ്രസ്ഥാനവുമാണ് ഞങ്ങളുടേത്. ഒരു നിലക്കും അവരുമായി ഒരു ബന്ധവും ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ്. 1000 തവണ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും തോൽക്കേണ്ടി വന്നാലും SDPIയുമായിട്ടൊന്നും ഓരോ അഡ്ജസ്റ്റ്മെന്റും ഒരു കൂട്ടുകെട്ടും ഞങ്ങൾ ഉണ്ടാക്കില്ല. പിന്നെ വെറുതെ അഭിമന്യുവിന്റെ പേരും പറഞ്ഞു ഞങ്ങളെ മോശമാക്കരുത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയവരെ ആ കൊലപ്പെടുത്തിയ നിമിഷം മുതലല്ല ഞങ്ങൾ വെറുക്കാൻ തുടങ്ങിയത്. ഈ SDPI NDF ആയിരിക്കുന്ന സമയത്ത്, ഇവർ നാദാപുരത്ത് കൊലപാതകം നടത്തുന്ന സമയത്ത് ഞങ്ങളുടെ ബിനുവിനെ കൊല്ലാൻ വേണ്ടി ഈ NDFുമായി കൂട്ടുകൂടിച്ച മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ ഞങ്ങൾ ഈ തെരുവിൽ വിചാരണ ചെയ്തതാ. അങ്ങനെ വർഷങ്ങളായി ഈ NDFനെയും അതിനുശേഷം SDPIയെയും ഒക്കെ കൃത്യമായി വിലയിരുത്തി പോകുന്നവരാ ഞങ്ങൾ. അതുകൊണ്ട് അതിനുശേഷം എന്നൊരു വർത്തമാനമില്ല. വസീഫ് കേൾക്കൂ, തദ്ദേശ സ്ഥാപനങ്ങളിൽ SDPI പിന്തുണയോടെ അധികാരത്തിലുണ്ടെങ്കിൽ രാജിവെക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. SDPIയുടെ പിന്തുണ സ്വീകരിക്കുന്നത് പാർട്ടി നയത്തിനെതിരാണെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ആരംഭിക്കുമെന്നുള്ള ഈ വാർത്ത അഭിമന്യു വധത്തിന് പിന്നാലെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ CPM SDPI കൂട്ടുകെട്ട് പറയട്ടെ കൂട്ടുകെട്ട് വ്യാപകമായി ചർച്ചയായത്. തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ CPMനെ SDPI പിന്തുണച്ചു അടക്കമുള്ള വാർത്തകൾ അതിനുശേഷം വന്ന വാർത്തയാണ്. അതൊക്കെ അപ്പൊ തന്നെ രാജിവെക്കാൻ അവർ തന്നെ തീരുമാനമെടുത്ത് രാജിവെച്ചു. പറപ്പൂർ ഗ്രാമപഞ്ചായത്തിലുള്ള മലപ്പുറത്ത് പറപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ സഖ്യം ഏത് CPMകാരന്റെയും രക്തത്തിലുണ്ട് RSSനെയും SDPI ഒക്കെ ചെറുത്തു തോൽപ്പിക്കണമെന്നും അവർക്കെതിരെ സംസാരിക്കണമെന്നും. ആരെങ്കിലും വസീഫ് കേൾക്കൂ, നിങ്ങളുടെ നേതാക്കൾ പറയുന്നതാണ്. അതല്ല, ഞാൻ വളരെ കൃത്യമായിട്ടല്ലേ സ്മൃതി വസീഫ് ഒന്ന് കേൾക്കൂ. ഉണ്ടായിരുന്നത് വേണ്ടെന്ന് വെക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടായിരുന്നു നിങ്ങൾ വേണ്ടെന്ന് വെച്ചതിനെ കുറിച്ച് നോക്കൂ വസീഫ് കേൾക്കൂ. 2011 മനോരമ ന്യൂസ് സംഘടിപ്പിച്ച വോട്ട് ഫണ്ട് പരിപാടിയിൽ ജമാഅത്ത് പിന്തുണയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പാലോളി മുഹമ്മദ് കുട്ടിയുടെ മറുപടി: ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല. CPMന്റെ നിലപാട് പ്രശ്നാധിഷ്ഠിതമാണ്. ജമാഅത്തെ ഇസ്ലാമി കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ. ജമാഅത്തെ വിട്ടോ? അല്ല, നിങ്ങൾ SDPI വിട്ടോ? SDPI വിട്ടിട്ടില്ല.
പറപ്പൂർ നിങ്ങൾ SDPI SDPI വിട്ടോ? ഇല്ലില്ല, പറപ്പൂർ എന്നിട്ട് ജമാഅത്തിന് ഞാൻ വരാം. വിട്ടിട്ടില്ല. എവിടെ പറപ്പൂര്, ഒരു പറപ്പൂരിലായാലും എവിടെയായാലും ഞങ്ങൾ വളരെ, നിങ്ങൾ ഏത് സമയത്തും നിങ്ങൾ കേൾപ്പിച്ചോ, ഞാൻ ജമാഅത്തും വിടില്ല, SDPI വിടില്ല. ഇത് എന്റെ മാത്രമല്ല, കേരളത്തിലെയും ഇന്ത്യയിലെയും നിലപാടാണ്. ഞങ്ങൾ വിടില്ല. ക്ഷമയോടെ കേൾക്കൂ, പാലോടിയുടെ വാചകങ്ങളല്ലേ, ഒന്ന് ക്ഷമയോടെ കേൾക്കൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിട്ടിത്തം ഞങ്ങൾ പറയില്ല. CPM-ന്റെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല. CPM അങ്ങനെ മുമ്പ് പറഞ്ഞിട്ടില്ല. സാമ്രാജ്യത്വ വിരുദ്ധത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇരുകൂട്ടരുടെയും നിലപാടുകൾ സത്യമാണല്ലോ. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളിലാണോ നിങ്ങൾക്ക് ഐക്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതുകൊണ്ടാണ് പലപ്പോഴും ജമാഅത്തെ നിങ്ങളെ പിന്തുണച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള നിലപാടിൽ UDF-ഉമായി അല്ലെങ്കിൽ കോൺഗ്രസുമായി സഹകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു എന്ന വിലയിരുത്തലാണ് ഒരു ഘട്ടത്തിൽ 96-ൽ നിങ്ങളുമായി സഹകരിക്കാൻ, നിങ്ങൾക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. അത് ജമാഅത്തെ. പിന്നെ വന്നിരിക്കുന്ന SDPI എന്നുള്ള സംഘടനയുമായി ഞങ്ങൾ കൂട്ടില്ല എന്ന് പറയുന്നിടത്താണ് SDPI ഒരുമിച്ച് ഭരിക്കുന്ന ഇടങ്ങളിൽ അത് ആ പിന്തുണ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കാൻ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലെ തീരുമാനമാണ്. അത് വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞ അഭിമന്യു കൊലപാതകത്തിന് ശേഷം പലയിടത്തും അവിടെ ഉണ്ടായിരുന്നല്ലോ SDPI ആയിട്ടുള്ള ബന്ധം. ജമാഅത്തെ ഇസ്ലാമി അല്ല വസീഫ്, SDPI. സ്മൃതി, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ ഏതെങ്കിലും പ്രാദേശികമായി എവിടെയെങ്കിലും അവർ വോട്ട് ചെയ്ത് ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ മറ്റോ ജയിച്ചാൽ തന്നെ അത് രാജിവെക്കണമെന്ന് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാ. അത് അഭിമന്യുവിനെ കൊന്നതുകൊണ്ടൊന്നല്ല. അതിനു മുമ്പല്ലേ നാദാപുരത്ത് കലാപം ഉണ്ടാക്കിയത് ഇവര്? അതിനു മുമ്പല്ലേ ഇവരുമായിട്ട് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഇടപെട്ടതും ഇവർക്കെതിരെ വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തതും? അതൊരു പ്രത്യേകം അഭിമന്യുവിനെ കൊന്നതുകൊണ്ട് നിലപാടെടുത്തു എന്നുള്ളതല്ല. ഈ SDPI-യുമായിട്ടുള്ള നിങ്ങളിപ്പോ ശ്രമിക്കുന്നത് എന്താ സ്മൃതി? നിങ്ങൾ ശ്രമിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹം ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും ഈ നാട്ടിലെ സാധാരണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ LDF-ഓ UDF-ഓ കൂടെ കൂട്ടി ഞാനും ചോദിച്ചോട്ടെ, അങ്ങനെ ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടോ? നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച രണ്ട് സ്ഥാനാർത്ഥികൾ ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് ചെയ്ത് നല്ല വിജയത്തിലെത്തിയ രണ്ടുപേരുടെ ആ വിജയത്തെ നിങ്ങൾ തള്ളിക്കളയുന്നിടത്താണ് പ്രശ്നം. അവിടെ നിങ്ങൾ ഈ ജനാധിപത്യ സംവിധാനത്തെ തന്നെ തള്ളിക്കളയാണെന്നേ. നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമി ഇത്ര വലുതാക്കി കാണിച്ച് പെരുപ്പിച്ച് കാണിച്ച് ആ വോട്ടിലാണ് ഡൽഹിയിൽ എത്തിയതെന്ന വിജയരാഘവന്റെ വാദത്തെയാണ് നിങ്ങൾ ഇന്ന് കൈയടിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. ആ വാദം സന്തോഷിപ്പിക്കുന്നത് ആരെയാണ്? BJP-യാണ്. ആ വാദം സന്തോഷിപ്പിക്കുന്ന ആരെയാണ്? BJP-യാണ്. അത് വേണമെങ്കിൽ കേൾക്കാം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന് അതേ അഭിപ്രായം താങ്കളോട് യോജിക്കും. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു താങ്കളോട് യോജിക്കും. നിങ്ങൾക്ക് ഐക്യപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ സ്മൃതി, ഒറ്റ ചോദ്യം. സ്മൃതിയുടെ ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലക്കുള്ള ഒരു വലിയ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ സ്മൃതിക്ക് എന്താ അഭിപ്രായം? SDPI-യും ജമാഅത്തെ ഇസ്ലാമിയെയും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും കൂടെ കൂട്ടണം അല്ലെങ്കിൽ കൂട്ടണ്ട എന്ന അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക്? ഈ പൊതു ജനാധിപത്യ സംവിധാനത്തിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന നിലപാട് എനിക്കില്ല. സഖ്യം എന്നതിനോട് യോജിപ്പുമില്ല. സഖ്യം എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവത്തിൽ വേറെ തലത്തിൽ കാണേണ്ട കാര്യമാണ്. സഖ്യം എവിടെയും ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾ സഖ്യം എന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. ഇവിടെ UDF-ന്റെ സഖ്യകക്ഷിയാണ് SDPI. നിങ്ങൾ പറഞ്ഞല്ലോ. നോക്കൂ, മലപ്പുറം പറപ്പൂർ, വസീഫ് കേൾക്കൂ, മലപ്പുറം പറപ്പൂരിൽ നേരത്തെ ഒന്ന് കേൾക്കൂ, നോക്കൂ, നിങ്ങളുടെ നേതാവിന്റെ ശബ്ദം കേൾക്കാന്നേ. പറപ്പൂരിൽ അടിച്ചേൽപ്പിച്ചതിനെ പറ്റി ഒന്ന് കേൾക്കണ്ടേ? മലപ്പുറം പറപ്പൂരിൽ നേരത്തെ SDPI CPM സഖ്യമുണ്ടായി. വെൽഫെയർ പാർട്ടി, PDP എന്നീ പാർട്ടികളുടെ പിന്തുണയോടെ CPM പഞ്ചായത്ത് ഭരണം പിടിച്ചു. എവിടെയെങ്കിലും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഈ പറപ്പൂരിലൊക്കെ സംഭവിച്ചു. ഇവിടെ അടുത്താ, ഞാൻ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത പറപ്പൂര്. നിങ്ങൾക്ക് അറിയാമോ അവിടെ നടന്നത് എന്താ? അവിടെ കുറെ സ്വതന്ത്രന്മാർ സ്വതന്ത്രമായി മത്സരിക്കുകയും അങ്ങനെ സ്വതന്ത്രമായി ഒരു മുന്നണി ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി അതിൽ SDPI-കാരനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ടോ അവർ സ്വതന്ത്ര രീതിയിൽ തീരുമാനമെടുത്തതാ. അതിൽ പിന്നീട് അത് SDPI-ക്ക് ബന്ധമുള്ള ഒരാൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ശക്തമായ നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും അതിനൊരു പുച്ഛസ്വരത്തിലും സംസ്ഥാന തലത്തിൽ അത് വലിയ രൂപത്തിലും
കാണുന്നു. ഞങ്ങൾ ഭരിക്കുന്ന നൂറുകണക്കിന് പഞ്ചായത്തുകളുണ്ട്. അല്ലല്ല, സംസ്ഥാന തലത്തിലായാലും SDPക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ തീവ്ര നിലപാട് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഉദ്ദേശം SDP ആയിട്ട് ബന്ധമുണ്ട് എന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ SDP ആയിട്ട് ഒരു സഖ്യവുമില്ല. ആദ്യം ജമാഅത്തെ കുഴപ്പമാണെന്ന് പറഞ്ഞു, പിന്നെ ജമാഅത്തെ വിട്ടു, പിന്നെ SDPI മാത്രമായി, പിന്നീട് SDPI സംസ്ഥാന തലത്തിലായ കുഴപ്പമില്ലാന്നായി. കേരളത്തിന് പുറത്ത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ യുഡിഎഫിലെ സഖ്യകക്ഷിയായി കാണുന്ന SDPIയുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ദേശീയ തലത്തിലെടുക്കുന്ന നിലപാട് കൂടി പ്രധാനമാണല്ലോ. കേരളത്തിന് പുറത്ത് CPM ജമാഅത്തെ ഇസ്ലാമി പിന്തുണയിൽ നിന്നുള്ള വിവരങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ആന എന്ന് പറയുമ്പോൾ ചേന എന്ന് പറയല്ലേ, നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുമിപ്പിക്കാനുള്ള സമയം എന്താ? ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയായി പ്രവർത്തിക്കുന്നതായിരുന്നു ഇവിടെ. അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ വായിച്ച ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മതബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുന്നവർ എന്ന്. അതിനുശേഷം ഇവരുടെ ചാനൽ തുടങ്ങുകയും ഇവരുടെ മറ്റ് എസ്റ്റാബ്ലിഷ്മെന്റുകളൊക്കെ ആരംഭിക്കുകയും ബോധപൂർവമായി വർഗീയത കുത്തി നിറച്ചുള്ള ഇടപാടുകളും ഒക്കെ ഇവർ നടത്തി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, അങ്ങനെ മതം രാഷ്ട്രീയത്തിലേക്ക് കയറ്റാൻ നോക്കി. അങ്ങനെ ഇടപെടുന്ന സമയത്ത് ഞങ്ങൾ കൃത്യമായി നിലപാട് പറഞ്ഞു. അവരൊരു സഖ്യകക്ഷിയെ പോലെ UDF സ്വീകരിക്കുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ വേണ്ട എന്നാ പറഞ്ഞു. അങ്ങനെ ഒരു അല്ല, ഇനി എവിടെയെങ്കിലും പഞ്ചായത്തോ മറ്റോ മുൻകാലങ്ങളിൽ ഉണ്ടായി എന്ന് നിങ്ങൾ പറയാം. അപ്പൊ പുതിയൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾ ഇടപെട്. പുതിയ തീരുമാനം. ശരി വസീഫ്, ഞാൻ വരാം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെ അഭിപ്രായമാണ് എനിക്ക് കേൾക്കേണ്ടത്. പുതിയ തീരുമാനം മനസ്സിലാക്കിയുള്ള തീരുമാനം. ശരി, വസ്തുക്കൾ പെട്ടെന്നാണ് മനസ്സിലാവുക. ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ പിന്തുണ UDFന് പ്രഖ്യാപിക്കുമ്പോൾ ഒരു പെട്ടെന്നുമല്ല, ഓരോ സന്ദർഭത്തിലും നിലപാട്. ഞങ്ങളുടെ വാദങ്ങൾക്കൊന്നും ഒരു തരത്തിലും ബലം ആരും നൽകണ്ട. CPMൻ്റെയും കോൺഗ്രസിൻ്റെയും രണ്ട് നിലപാടുകളും കാലങ്ങളായിട്ട് വീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. CPMഉം കോൺഗ്രസും ഒരു തലയ്ക്കൽ അവർ പാലൂട്ടി വളർത്തും, ഒരു തലയ്ക്കൽ അവർ അതിനെ വിമർശിക്കും. അതാത് സമയത്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഏതൊക്കെയാണോ വിജയിക്കുക ആ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ അടവ് നയം എന്ന് പറയും, അതിനെ തട്ടിപ്പ് നയം എന്ന് പറയും, പല നയങ്ങളും അവർ ഉപയോഗിക്കും. എന്താണ് വിജയരാഘവൻ പറഞ്ഞത്? ന്യൂനപക്ഷ വർഗീയവാദികളും ന്യൂനപക്ഷ തീവ്രവാദികളും, ഈ രണ്ട് പദങ്ങളും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതാരൊക്കെയാണ് എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തേണ്ടതാണ്. അദ്ദേഹം ഈ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ വിജയവും പ്രതിപക്ഷ നേതാവിൻ്റെ സഹോദരിയും കോൺഗ്രസിൻ്റെ നേതാവുമായിട്ടുള്ള പ്രിയങ്കയുടെ വിജയത്തിനെ കുറിച്ചാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ സഖ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം അത് കൃത്യമാക്കണം. ഇവിടെ SDPI ആയിക്കോട്ടെ, SDPയുടെ മുൻപത്തെ രൂപങ്ങളായിക്കോട്ടെ, NDF ആയിക്കോട്ടെ, ഇത്യാദി പോപ്പുലർ ഫ്രണ്ട്, നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളെ, കേഡറുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തികളായിക്കോട്ടെ, എല്ലാ പ്രവൃത്തികളിലും മുൻപന്തിയിൽ നിന്നവരാണ് ഇവരൊക്കെ. മദനിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രമേയം പാസ്സാക്കിയവരാണ് ഇവർ രണ്ടുപേരും. കോൺഗ്രസ് കർണാടകത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് ഇപ്പോൾ തിരിച്ചുവിടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു കേസും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ബാംഗ്ലൂർ സ്ഫോടനവുമായിട്ട് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോഴും ഇവിടെ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കി. അപ്പം ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷ വർഗീയ സ്വഭാവമുള്ളവരും അതിൻ്റെ തീവ്ര സ്വഭാവമുള്ളവരെയും മതമൗലികവാദ സ്വഭാവമുള്ളവരെയൊക്കെ പരിപൂർണമായിട്ട് താലോലിച്ച് വരുന്ന രാഷ്ട്രീയം ഇവർ രണ്ടുപേരും നടത്തി വന്നിട്ടുണ്ട്. അത് PDPയുടെ പിന്തുണ 2009 ഇവർ വാങ്ങിച്ചിട്ടല്ലേ, 2011 PDP കോൺഗ്രസിൻ്റെ പിന്തുണച്ചിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. CPM ഇവരുടെ പിന്തുണ വാങ്ങിച്ചിട്ടുണ്ട്. കുറ്റിപ്പുറത്ത് കൊണ്ടുപോയി, തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഒക്കെ ഇവർ വോട്ട് ചോദിച്ചിട്ടില്ലേ. INLൻ്റെ പിന്തുണ ഇവർ വാങ്ങിച്ചിട്ടില്ലേ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇപ്പോൾ എന്താണ് CPMൻ്റെ നിലപാട്? ഇപ്പോൾ CPMൻ്റെ നിലപാട് ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് പോണത് പോട്ടെ, എന്നാൽ ഇനി ഈ ഭൂരിപക്ഷത്തിൻ്റെ വോട്ടുകൾ പിടിക്കാൻ ഒരു തന്ത്രം ഇറക്കി കളയാം. അപ്പോൾ അവർ ഈ മുസ്ലിം കാർഡ് ഇറക്കി. ഇനി നാളെ തിരുത്തി പറയാനും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം ഉണ്ടായില്ല. SDPയുടെ ആയിക്കോട്ടെ, INLൻ്റെ ആയിക്കോട്ടെ, PDPയുടെ ആയിക്കോട്ടെ, ജമാഅത്തയുടെ ആയിക്കോട്ടെ, ഇവിടെ മുസ്ലിം വർഗീയവാദം പറയുന്ന എല്ലാവരുടെയും വോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവർ സംരക്ഷിച്ചിട്ടുണ്ട്. ഇവർ അവരുടെ വോട്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇവർ ആ കാലാകാലത്തിനനുസൃതമായ മാറ്റങ്ങളും വർത്തമാനങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സാണ് മുന്നിൽ നിൽക്കുന്നത് ആ വോട്ട് വാങ്ങിക്കുന്നതിൽ. അപ്പോൾ ഇവർ അതിനെതിരെ സംസാരിക്കുന്നു എന്ന് മാത്രം. ഇതിൻ്റെ തൊട്ട് മുൻപിൽ ഇവരായിരുന്നു മുന്നിൽ നിന്നിരുന്നത്, അപ്പോൾ മറ്റവർ ഇവരെ എതിർത്തിരുന്നു എന്ന് മാത്രം. രണ്ടും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. ഇവരുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുമാണ് പറയുന്നത്.
പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ബഹുമാനായിട്ടുള്ള ശ്രീ വസീഫ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഷൊർണൂർ കൗൺസിലറെ വിളിച്ചിരുന്നു. അപ്പോൾ ഷൊർണൂർ കൗൺസിലറുടെ കൃത്യമായിട്ട് പറഞ്ഞു, ഷൊർണൂർ കൗൺസിലർ SDP പിന്തുണ കൊണ്ട് തന്നെയാണ് സാർ ചെയർമാനും വൈസ് ചെയർമാനും എന്ന് പറഞ്ഞാൽ CPM അവിടെ ഉണ്ടായിരുന്നത് 16 മെമ്പർമാരും, BJPക്ക് ഉണ്ടായിരുന്ന 9 മെമ്പർമാരും, കോൺഗ്രസിനുണ്ടായിരുന്ന 7 മെമ്പർമാരും, SDPക്ക് ഉണ്ടായിരുന്ന 1 മെമ്പറുമാണ്. അപ്പോൾ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ 17 സീറ്റ് വേണമായിരുന്നു, 17 അക്കം വേണമായിരുന്നു. ആ അംഗങ്ങളുടെ ബലമുണ്ടാക്കിയത് SDP പിന്തുണ മേടിച്ചിട്ടാണ് വൈസ് ചെയർമാനും വന്നത്. ആ സമയത്ത് അവർ പറഞ്ഞ കാര്യം, ഞങ്ങൾ ചോദിച്ചിട്ടല്ല SDP വോട്ട് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളത് രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു ആ കാര്യം അവർ പറഞ്ഞത്. പിന്നീട് അവർക്ക് 17 അംഗമായത് കോൺഗ്രസിൻ്റെ ഒരു സ്വതന്ത്രൻ ഇവരുടെ കൂടെ കൂടിയതിന് ശേഷമാണ്, അല്ലാതെ ഇവരുടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ മാറിപ്പോയതൊന്നുമല്ല. ആ കാര്യവും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയേക്കൊള്ളാം. ഓങ്ങല്ലൂർ പഞ്ചായത്ത്, പാലക്കാട് നിങ്ങളുടെ ഓങ്ങല്ലൂർ റിപ്പോർട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, അവിടെയും SDP പിന്തുണ ഇന്നും ഈ പറയുന്ന സമയത്തും CPMൻ്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള. അപ്പോൾ ഇവരൊക്കെ ഈ രാത്രി കാലങ്ങളിൽ ഒരു നയവും പകൽ വേറൊരു നയവുമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ വിജയരാഘവൻ എന്താ വെച്ചാൽ ഹിന്ദു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ബേസ് വോട്ട് ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ അവരിൽ നിന്ന് ചോർന്നു പോകുന്നു എന്ന് കണ്ടപ്പോൾ മുസ്ലിം വിരുദ്ധ കാർഡ് ഇറക്കി കഴിഞ്ഞാൽ വർഗീയവാദിയെന്നും തീവ്രവാദികളെന്നൊക്കെ ഒരു 4 കലക്ക് കലക്കി അവരുടെ ഇപ്പുറത്തെ വോട്ടുകളൊന്നും സംരക്ഷിച്ച് കളയാമെന്ന് പറയപ്പെടുന്ന ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ശൈലിയാണ്. അത് അവരുടെ രാഷ്ട്രീയമായിട്ട് ഇവർ CPM പ്ലാൻ ചെയ്യുന്നതാണ്. അത് ഗോവിന്ദൻ മാഷ് അതിനെ കൃത്യമായി ശരിവെക്കും. കാരണം അത് അവരുടെ പ്ലാനിങ് ആണ്. അത് ജയരാജനിലൂടെ, പിണറായി വിജയനിലൂടെ, വിജയരാഘവനിലൂടെ അല്ലെങ്കിൽ മോഹനൻ മാഷിലൂടെയൊക്കെ അത് പല തരത്തിലൂടെ പുറത്തു വരും. അതിന് മാറ്റിക്കളിക്കേണ്ടി വന്നാൽ ഒരു നാണവുമില്ലാതെ അവർ മാറ്റിക്കളിക്കുകയും ചെയ്യും. ഇപ്പോൾ കോൺഗ്രസ് ആണ് അവരുടെ വോട്ടുകൾ മേടിക്കുന്നതിൽ മുന്നിലെന്ന് മാത്രമാണ്. ഇത് ഇവരുടെ തട്ടിപ്പും മത്തങ്ങയാണ്. ആ തട്ടിപ്പും മത്തങ്ങയൊന്നും BJPക്ക് അവരുടെ ഒരു ശൈലിയിൽ, BJP ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, മത തീവ്രവാദവും മതമൗലികവാദവും ഈ കൊണ്ട് നടക്കുന്ന ഈ രാഷ്ട്രീയ തീവ്രവാദി ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ എത്ര കാലമായിട്ട് പറയുന്നു. ഞങ്ങൾ ഈ തീവ്രവാദ രാഷ്ട്രീയം എത്ര കാലമായി പുറത്ത് കാണിക്കുന്നു, ഞങ്ങളിത് എത്ര കാലമായി വിളിച്ചു പറയുന്നു. നിങ്ങളതിനെയൊക്കെ ഞങ്ങൾക്കെതിരെ ശക്തമായി പറയുന്നു, ഞങ്ങൾക്കെതിരെ വർഗീയവാദികളെന്ന് വിളിക്കുന്നു. ഞങ്ങൾക്കതിലൊന്നും വിരോധമില്ല. ഞങ്ങളത് കൃത്യമായിട്ട് ഈ പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ തീവ്രവാദ സംഘടനകൾ, ഈ മതമൗലിക സംഘടനകൾ 44 പേര് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും യുദ്ധം ചെയ്യാൻ പോയതും കാശ്മീരിൽ സൈന്യത്തിനെതിരെ മറ്റേ യുദ്ധം നടത്തി മരിച്ചത് ആരായിരുന്നു? കണ്ണൂർ സ്വദേശികളായിരുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം. ഈ വാഗമണ്ണും കരകമലയിലും നടന്നിട്ടുള്ള ക്യാമ്പുകളും ആ തീവ്രവാദ പ്രവർത്തനം കേരളത്തിലും കൃത്യമായി നടപ്പിലാക്കി കൊടുക്കുന്നതിൽ ഇവിടുത്തെ CPMനും ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും മൗനാനുവാദവും സംരക്ഷണവും ഒക്കെ കൃത്യമായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹത്തിനും അറിയാം. അതുകൊണ്ട് BJP അന്നും ഇന്നും ഒരേ നിലപാട് തന്നെയാണ്. തീവ്രവാദ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. SDPക്ക് ആദ്യമായിട്ട് പാലക്കാട് SDP പിന്തുണയോടുകൂടിയിട്ട് ജയിച്ചു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് റോട്ടിലിറങ്ങിയത് ആരാണ്? കോൺഗ്രസിന് വേണ്ടിയിട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. എന്താണിന്ന് കോൺഗ്രസ് പ്രതിനിധി റിപ്പോർട്ടർ ചാനലിൽ വരാത്തത്? അത് ഏത് വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സുകാർ നിങ്ങളെ നിരോധിച്ചിരിക്കുന്നതെന്നും സ്മൃതിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇവർ നടത്തുന്ന തട്ടിപ്പ് രാഷ്ട്രീയമാണ്. ഇത്തവണ UDF പിന്തുണയ്ക്കുന്നു പാലക്കാട് എന്നുള്ളതിൽ രഹസ്യമുണ്ടായിരുന്നില്ല. അവർ വോട്ട് ചെയ്യും എന്നുള്ള കാര്യം പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും അവർ അങ്ങനെ ഒരു പരസ്യ നിലപാട് എടുക്കാറുണ്ട്. ആ നിലപാട് വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ അതിനെയാണ് സഖ്യമെന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ സ്വഭാവം മാറുന്നത്. ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ഷിബു മീരാൻ മറുപടി പറയാം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചല്ലോ. വസീഫ് പറഞ്ഞതിന് മറുപടി പറയാം. തീർച്ചയായും സ്മൃതി, വളരെ ആദിപുരാതന കാലത്ത്, അതായത് ഇപ്പോൾ 96 ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ വായിച്ചു കേൾപ്പിച്ചു. 2011 ശ്രീരാമകൃഷ്ണന്റെ പ്രസ്താവന വായിച്ചു കേൾപ്പിച്ചു. അത് നേർക്കുനേരെ നിഷേധിച്ചില്ല വസീഫ്, പക്ഷെ അദ്ദേഹം സ്കിപ്പ് ചെയ്തു. ഇനി ആദിപുരാതന കാലത്തെ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. ഇത്തവണ CPMന് ഒരു MP ഉണ്ടായി, രാജസ്ഥാനിൽ നിന്നാണ്. സഖാവ് അമ്രാറാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ സ്മൃതിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വസീഫിന്റെ ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. താങ്കൾ അതൊന്ന് വേണമെങ്കിൽ അദ്ദേഹത്തോട് ഷെയർ ചെയ്തോളൂ. അതിൻ്റെ കൂടെ തന്നെ താടി വെച്ച ഒരാളിന്റെ ഫോട്ടോയും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാജസ്ഥാനിലെ അമീറാണ്, മൗലാന നിസാമുദ്ദീൻ എന്ന മറ്റുമാണ് പേര്. ഇനി ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ഒരു ചിത്രവും ഞാൻ അയച്ചിട്ടുണ്ട്. അവരാ നിൽക്കുന്നത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. രാജസ്ഥാനിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് മാസങ്ങൾക്ക് മുൻപ് CPM രാജസ്ഥാനിൽ വാങ്ങിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ചേർത്ത് വായിക്കേണ്ടത്, ഈ മുരത്ത ഭീകരവാദികളുടെ വോട്ടും വാങ്ങി ഡൽഹിക്ക് പോയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചരണം നടത്തിയിട്ടാണ് രാജസ്ഥാനിൽ ആ സ്ഥാനാർത്ഥി വിജയിച്ചു വന്നത്. ഇവിടെ സഖാവ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ, കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞപ്പോൾ വീടും പൂട്ടി അടുക്കളയും പൂട്ടി വിദേശത്ത് ടൂർ പോയ ആളാണ്. രാജസ്ഥാനിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഈ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി അടക്കം വോട്ട് ചോദിച്ചത് ഈ കേരളത്തിലെ ഭീകരവാദികളുടെ വോട്ട് വാങ്ങിയെന്ന് നിങ്ങൾ അപഹസിക്കുന്ന രാഹുൽ
രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുമാണ്. തീർന്നില്ല. 2019 ഈ വയനാട് നിന്ന് ഒരുപാട് ദൂരെയല്ലല്ലോ കോയമ്പത്തൂർ, ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. അവിടെ മത്സരിച്ച CPM-ന്റെ സ്ഥാനാർത്ഥി VT നടരാജൻ, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിലിരിക്കുന്ന ഒരു ചിത്രം കൂടി ഞാൻ അയച്ചിട്ടുണ്ട്. സ്മൃതി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടി, ഒറ്റൊരു മിനിറ്റ് കൂടി, ലോക്സഭ വെൽഫെയർ പാർട്ടി പിന്നെ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടില്ല. അവിടെ DMK നേതൃത്വത്തിലുള്ള മുന്നണിയാണ് അവർ പിന്തുണച്ചത്. ഞങ്ങൾക്കും വോട്ട് കിട്ടിയിട്ടുണ്ട്, ഇവർക്കും വോട്ട് കിട്ടിയിട്ടുണ്ട്. 2024 കഥ പറപ്പൂർ, ഇവിടെ എത്ര ആവർത്തിച്ചിട്ടും നിഷേധിക്കാണല്ലോ. ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം, 19 സീറ്റാണ് അവിടെ ആകെ ഉള്ളത്. ഈ CPM-ന് ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ. ഒരു സാമ്പാർ മുന്നണി ഉണ്ടാവാണ്. അതിൽ CPM ഉണ്ട്, SDPI ഉണ്ട്, വെൽഫെയർ പാർട്ടി ഉണ്ട്, കോൺഗ്രസിന്റെ ചില റിബലുകളുണ്ട്. അങ്ങനെ ഇവർ 11 തികച്ചു. കാലടി ബഷീർ എന്ന് പറയുന്ന CPM നേതാവ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വർഷങ്ങളോളം തുടർന്നു. അഡ്വക്കേറ്റ് സൈബുൻ നിസ SDPI നേതാവ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. എന്ന് വെച്ചാൽ ഇവർ ഒരു കാലത്ത് ഒരു സാമ്പാർ ഉണ്ടാക്കി മലപ്പുറത്ത്, ഒരു ലീഗ് വിരുദ്ധ സാമ്പാർ. അതിലെ വെണ്ടയ്ക്കായിരുന്നു വെൽഫെയർ പാർട്ടി, അതിലെ മുരിങ്ങയ്ക്കായിരുന്നു SDPI, അതിലെ വലിയൊരു ഉരുളക്കിഴങ്ങായിട്ട് തിളച്ചു മറിഞ്ഞത് CPM ആണ്. ഇപ്പോ വോട്ട് കിട്ടാത്ത ഒരൊറ്റ കാര്യം കൂടി, ഇതൊക്കെ സംഘപരിവാർ ഉത്തരേന്ത്യയിൽ ആഘോഷിക്കുന്നത്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പോലും കേരളത്തിലെ തീവ്രവാദ സാന്നിധ്യത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വോട്ട് ബാങ്കിൽ അവർക്കുള്ള സാന്നിധ്യത്തെക്കുറിച്ചും പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞോ എന്ന് ഉത്തരേന്ത്യയിലെ സംഘപരിവാറുകാർ ഇത് ആക്രോശിക്കുന്നത് CPM-ന് തിരിച്ചറിയാൻ കഴിയട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്മൃതി, ശരി. വസീഫ് മറുപടി പറയാം. ഈ വർഗീയ വോട്ട് കൊണ്ട് ജയിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് വിച്ഛേദിക്കുകയല്ലേ വേണ്ടത്? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കണമോ എന്ന ചോദ്യം കൂടി അവിടെയുണ്ട്. അതിനുകൂടി വസീഫ് മറുപടി പറയണം. ഇടവേളയ്ക്ക് വസീഫ്, ഇപ്പോൾ വയനാട്ടിലെ വർഗീയ വോട്ട് പറയുകയും ജമാഅത്തെ ഇസ്ലാമിയെ പറയുമ്പോൾ മുഴുവൻ മുസ്ലിങ്ങൾക്കും വേദനിക്കേണ്ട എന്ന് പറയുമ്പോഴും മുഴുവൻ മുസ്ലിങ്ങൾക്കും അത് മനസ്സിലാകുന്നില്ല എന്ന് കൂടിയുണ്ടല്ലോ വസീഫ്. ഇന്നത്തെ സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ സംഘപരിവാറിന് മണ്ണൊരുക്കുകയാണോ CPM എന്ന തലക്കെട്ടിലാണ്. അത് വസീഫും വായിച്ചു കാണുമല്ലോ. ഇനിയിപ്പോൾ SDPI-യുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ SDPI ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് UDF-ന് പിന്തുണ കൊടുത്തു. ചേലക്കരയിൽ ആർക്കാണ് പിന്തുണ കൊടുത്തതെന്ന് അറിയാമല്ലോ. ചേലക്കരയിൽ UDF-നല്ല പിന്തുണ കൊടുത്തിരിക്കുന്നത്. ചേലക്കരയിൽ പിന്തുണ കൊടുത്തിരിക്കുന്നത് സുധീറിനായിരുന്നു പിന്തുണ കൊടുത്തത്. എന്തെങ്കിലുമൊക്കെ പറയല്ലേ, എന്തെങ്കിലും പറയോ? സുധീറിനല്ലേ പിന്തുണ കൊടുത്തത്? പരസ്യമായി ഞങ്ങൾക്ക് വോട്ട് വേണ്ടാന്ന് അല്ല, സുധീറിനായിരിക്കും, ഞങ്ങൾക്കല്ലല്ലോ. അല്ല, നിങ്ങൾക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല. DMK-ക്കാണ് പിന്തുണ കൊടുത്തത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, എന്നിട്ട് വസീഫ് ഒന്നിച്ച് മറുപടി പറഞ്ഞോളൂ. 2021 വാർത്തയാണ്. ത്രികോണ മത്സരം നടന്ന നേമത്ത് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തതായി SDPI അറിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് UDF വോട്ട് ചെയ്തു. നിങ്ങൾ പറഞ്ഞോളൂ, മറുപടി പറയൂ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ബ്ലാങ്ക് ചെക്കും കൊടുക്കുക. ഞാൻ മുഴുവൻ സമയം വസീഫിനാണ് തന്നത്. കഴക്കൂട്ടത്ത് മനസാക്ഷി വോട്ടാണ് ചെയ്തത്. BJP-യുടെ സാധ്യത തടയാനാണ് നേമത്ത് ഇടതുപക്ഷത്തിന് ഒന്ന് പറയണ കേൾക്കുന്നേ. നേമത്തെ ഇടതിനെയും തിരുവനന്തപുരത്ത് UDF-നെയും പിന്തുണച്ചതെന്ന് ജില്ലാ പ്രസിഡന്റ് സിയാദ് കണ്ടള മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് 2021 കിട്ടിയ SDPI പിന്തുണ ഇനി പറഞ്ഞോളൂ. സ്മൃതി, ഞങ്ങൾ ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങളുടെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഇവിടെ BJP നേതാവൊക്കെ പറഞ്ഞ ഓങ്ങല്ലൂരിലെയും ഷൊർണൂരിലെയും ശുദ്ധ അസംബന്ധമാണ്. പരസ്യമായി ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതാ. അതാ ഞാൻ നിങ്ങൾക്ക് അയച്ചത്. വെറുതെ ഞങ്ങൾ ഇങ്ങനെ പിന്തുണ വാങ്ങി, അവിടെ പിന്തുണ വാങ്ങി എന്നൊക്കെ ഇവർ പറയുക എന്നല്ലാതെ ഒരടിസ്ഥാനവും ഇല്ല. ഓങ്ങല്ലൂരിലായാലും ഷൊർണൂരിലായാലും ഒരു SDPI-യുടെ പിന്തുണയും ഞങ്ങൾക്കില്ല. അത് വേണ്ടതാനും. ഞാൻ ഓങ്ങല്ലൂരിലെയും അതുപോലെ തന്നെ ഷൊർണൂരിലെയും നഗരസഭാ ഭാരവാഹിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നമ്പർ ഉൾപ്പെടെയാണ് സ്മൃതിക്ക് അയച്ചത്. പറ്റുമെങ്കിൽ വിളിച്ച് ഉറപ്പുവരുത്ത്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ശുദ്ധ നുണ പറയുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഷൊർണൂരുകാർ ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ. പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധം പറയുന്നു. ഞങ്ങൾ കുൽഗാമിൽ ഇപ്പൊ അടുത്ത നടന്ന തെരഞ്ഞെടുപ്പാ, കാശ്മീരിൽ കുൽഗാമിൽ ഞങ്ങൾ തോൽപ്പിച്ചതാരാ? മുഹമ്മദ് യൂസഫ് തരിഗാമി എന്ന് പറയുന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തോട് മത്സരിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. ആരുടെ പിന്തുണയോടുകൂടിയാണ്? BJP-യുടെ നേതാവ് പറ. BJP-യുടെ പിന്തുണയോടുകൂടിയാ. BJP-യും RSS-ഉം ഒരുമിച്ചാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ പരിശ്രമിച്ചത് അങ്ങ് കാശ്മീരിൽ. ഇവിടെ തെക്ക് ഡിണ്ടിഗലിൽ ഞങ്ങളുടെ നേതാവ് MP ആയത് എങ്ങനെയാ? SDPI-കാരനെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിയിട്ടാ. നിങ്ങൾ എല്ലാവരും കൂടി, എല്ലാ വർഗീയവാദികളും, ന്യൂനപക്ഷമാകട്ടെ തീവ്രവാദികളാവട്ടെ, ഭൂരിപക്ഷ വർഗീയവാദികളാവട്ടെ തീവ്രവാദികളാവട്ടെ, അവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഞങ്ങളെ തോൽപ്പിക്കുന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ സാമ്പാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നു. മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്താ? നല്ല പോത്ത് ബിരിയാണി ഉണ്ടാക്കുക. അതിലെ പോത്താണ് മുസ്ലിം ലീഗ്, അതിലെ പിന്നെ എന്താ നെയ്യാണ് SDPI, അതിലെ അരിയാണ് ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ആർക്കാ തിന്നാൻ കൊടുക്കുന്നത്? ഈ കോൺഗ്രസിന്. കേട്ടോ, നിങ്ങൾ ഞങ്ങളെ സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിക്കണ്ട.
അതുകൊണ്ട് നിങ്ങളാണ് ഇവിടെ അപകടകരമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ സകല മുന്നണികളും ഉണ്ടാക്കി SDPIയുമായിട്ട് ചർച്ച നടത്തി. കൊണ്ടോട്ടിയിൽ ആ ഹോട്ടലിൽ നിന്ന് ചർച്ച നടത്തിയത് ആരുമായിട്ടായിരുന്നു? നിങ്ങളുടെ നേതാക്കന്മാരല്ലേ ചർച്ച നടത്തിയത്? ഈ നാട്ടിലാകെ കണ്ടതല്ലേ മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഇവരുമായി ചർച്ച നടത്തിയെന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ സുപ്രഭാതത്തിൽ വന്ന വാർത്ത. സുപ്രഭാതമൊക്കെ നിങ്ങളിപ്പോ നാട്ടിലൊന്നല്ലേ ജീവിക്കുന്നത്? സുപ്രഭാതത്തിനെയൊക്കെ വരിഞ്ഞു മുറുക്കിയിരിക്കുക. സുപ്രഭാതം എന്ന് പറയുന്നത് സമസ്ത സുന്നിയുടെ ഒരു പത്രമാണ്. ആ പത്രത്തെ അവരുടെ സ്വതന്ത്ര നിലപാടിനെ എല്ലാം ഇപ്പൊ മുസ്ലിം ലീഗ് അങ്ങ് വരിഞ്ഞു മുറുക്കിയിരിക്കുക, ഭീഷണിപ്പെടുത്തിയിരിക്കുക, അങ്ങ് ഒതുക്കിയിരിക്കുക. അവര് പോലും ഇവർക്കെതിരെ നിലപാട് പറഞ്ഞു. സ്മൃതി, എനിക്ക് ചോദിക്കാനുള്ളത് ഈ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്താ? മുനമ്പം വിഷയത്തിൽ VD സതീശനോടൊപ്പമാണ് ഇവരുടെ നിലപാട്? ആണോ? ബാബരി മസ്ജിദ് തകർത്തത് ജാംബവാന്റെ കാലത്ത് അതിനെക്കുറിച്ച് പറയേണ്ടതില്ല എന്ന് പറഞ്ഞ സുധാകരന്റെ നിലപാടിനോടൊപ്പമാണ് ഇവരുടെ നിലപാട്? ഈ ബാബരി മസ്ജിദ് തകർത്തിടത്ത്, രാജ്യത്തെ മതനിരപേക്ഷത തകർത്തിടത്ത് നിർമ്മിച്ച രാമക്ഷേത്രം എന്റെ അച്ഛന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞ പ്രിയങ്കയുടെ നിലപാടിന് ഇവർ അംഗീകരിക്കുന്നുണ്ടോ? അവിടേക്ക് വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചത് ഇവർ അംഗീകരിക്കുന്നുണ്ടോ? എന്താ ഈ വസീഫ് പറയുന്നത്? നിങ്ങൾ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നിട്ട് ഈ വർത്തമാനം ഈ പറയുന്നത് അബദ്ധം അങ്ങ് വലിച്ച് കളയും. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ല വസീഫ്, ഒരു മിനിറ്റ്. അല്ലല്ല, പഴയ വർഷങ്ങളിലേക്ക് പോകുമ്പോഴാണല്ലോ വസീഫിന് വിഷമം. അല്ലല്ല, പഴയ കാലത്തേക്ക് 2011-ലെയും 1996-ലെയും കണക്ക് പറയുമ്പോഴാണല്ലോ വസീഫിന് വിഷമം. കേൾക്കൂ, താങ്കൾ തരിഗാമിയിലേക്ക് പോയത് കൊണ്ടാണ് തരിഗാമിയിലേക്ക് പോയത് കൊണ്ട് ഒരു മിനിറ്റ് സംസാരിക്കുമ്പോ പൂർണ്ണമായിട്ടും അങ്ങ് ഗ്രൗണ്ട് ഒഴിഞ്ഞു കൊടുക്കുക. ഇല്ല, നിങ്ങൾ ഇന്ന് പ്രതിസ്ഥാനത്താണല്ലോ വസീഫ്. എല്ലാ സമയത്തും അങ്ങനെയല്ലേ? ഉൾക്കൊള്ളാൻ പ്രതിസ്ഥാനത്തുള്ളവരാണല്ലോ മറുപടി പറയേണ്ടത്. ചോദ്യങ്ങൾ അവരോടായിരിക്കുമല്ലോ. മുസ്ലിം ലീഗിനെതിരെ ഇല്ല, ഇല്ല, മുസ്ലിം ലീഗ് നിങ്ങളാണ് പ്രതിസ്ഥാനത്ത് പറഞ്ഞ നിലപാടില്ല, ഇല്ല, നിങ്ങളാണ് പ്രതിസ്ഥാനത്ത്. അവർക്കെതിരെ ചോദ്യമില്ല, ഒന്നുമില്ല. ഞങ്ങൾ തന്നെയാണല്ലോ. എനിക്ക് വസീഫിനോടാണ് ചോദ്യം. എനിക്ക് വസീഫിനോടാണ് ചോദ്യം. സമയം തരണ്ടേ? ഒറ്റ കാര്യം കൂടി, 2024 കേൾക്കൂ, ഈ വർഷത്തെ വസീഫ് കേൾക്കൂ, ഈ വർഷത്തെ പറയൂ, വസീഫിന് പറയാൻ തന്നെയാണ് സമയം. ഒരു സമയത്ത് 2024, ഒരു സമയത്ത് 2091, താങ്കൾ ദേശീയ തലത്തിലെ കൂട്ടുകെട്ടിനെ കുറിച്ച് ശക്തമായി പ്രതികരിച്ചു. അവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 2024 CPM-ന് ലോക്സഭയിൽ ആകെ 4 അംഗങ്ങളാണല്ലോ. CPM-ന് ലോക്സഭയിൽ 4 അംഗങ്ങളാണല്ലോ. ഇതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേരും രാജസ്ഥാനിൽ ഒരാളും ജമാഅത്തിന്റെ പിന്തുണയിൽ കൂടി ജയിച്ചവരാണ് കേട്ടോ. ജമാഅത്തെ പിന്തുണയിൽ ജയിച്ചവരാണ്. എനിക്കറിയാം, ഞാൻ അങ്ങോട്ട് പറയാം. വെറുതെ ആ സമയം കൂടി കളയണ്ട. നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ ചോദ്യവും ഒക്കെ എന്തായിരിക്കും എന്ന് എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് ഉത്തരം പറയാം, അത് മനസ്സിലാവും. പറഞ്ഞോളൂ. ഞാൻ അങ്ങോട്ട് ഉത്തരം പറയാം. BJP എന്ന് പറയുന്ന ഒരു മുഖ്യ ശത്രുവിനെ, രാജ്യത്തിന് അപകടകരമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന BJP, സംഘപരിവാർ ആശയങ്ങൾ, ധ്രുവീകരണ രാഷ്ട്രീയം, ഇതിനെതിരെ എങ്ങനെ ഈ രാജ്യത്ത് ഒരു ഐക്യമുന്നണി ഉണ്ടാക്കാൻ പറ്റുമോ ആ ഐക്യമുന്നണി ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. BJP ശക്തിയായി വരുന്ന സ്ഥലങ്ങളിൽ BJPയെ തകർക്കാൻ ആവശ്യമായ സകല പരിപാടികളും ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെ BJPയെ തകർക്കാൻ ആവശ്യമായ ഒരു കാര്യമാണോ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വസീഫ്? നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ ഫ്ലാഗ് എന്തുകൊണ്ട് ഉയർത്തി അവിടെ മത്സരത്തിൽ അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഫ്ലാഗ് എന്തുകൊണ്ട് അവിടെ ഉയർത്താൻ അവർക്ക് സാധിച്ചില്ല? എന്തായിരുന്നു അമിത്ഷാ ഡൽഹിയിൽ പറഞ്ഞത്? അതിനുശേഷം നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും എന്തുകൊണ്ടാണ് ലീഗിന്റെ കൊടി എവിടെ എന്ന് ചോദിച്ച് നിങ്ങൾക്ക് ആ കൊടി കാണിച്ച് അവിടെ അമിത്ഷായ്ക്ക് പറയാൻ സാഹചര്യം ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടായി. നിങ്ങൾ അവിടെയും ആരെയാണ് സഹായിച്ചത് വസീഫ്? നിങ്ങൾ ആരെയാണ് സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന തീവ്രതയുടെ അളവുകൾ ഒന്ന് എടുത്തു കാണിക്കൂ. മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ നിങ്ങൾ ഈ വാദം ഉന്നയിക്കുന്നത് എന്തിനാണ് വസീഫ്? എന്തിനാണ്? അപകടകരമായി കളി എന്തിനാണ്? ഇന്ന് പാലക്കാട് നടന്ന കാര്യം അറിയാലോ വസീഫിന്. ഇന്നും ഇന്നലെയുമായി പാലക്കാടൊക്കെ നടക്കുന്ന കാര്യം വസീഫിന് അറിയാമല്ലോ. VHP നടത്തുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ ദേശം നിങ്ങൾ പറഞ്ഞു തീർക്കല. വെറുതെ രാത്രി 9 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ ദേഷ്യവും വെറുപ്പ് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ അങ്ങ് ആഞ്ഞു വീശലാ. അത് ഞങ്ങൾ പലരും കേൾക്കാൻ താല്പര്യമുള്ള കേട്ടോളാം. പിന്നെ ഞങ്ങളും കൂടി ഇരുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അസ്വസ്ഥമല്ലേ? ഞങ്ങൾക്ക് കൂടി ഒരു അവസരം എന്താ? ഒരു അവതാരകയല്ലേ? ഒരു ചോദ്യം ആകുമ്പോൾ ചോദ്യം കേൾക്കാനുള്ള ഒരു സമയമൊക്കെ വേണ്ട. അത്രയും നീണ്ട ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ?
ഞാനിവിടെ പറഞ്ഞു BJP തോൽപ്പിക്കാൻ BJP ഉള്ളിടത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? അവരെ തോൽപ്പിക്കാൻ പറ്റിയവരെല്ലാം കൂട്ടിച്ചേർക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ കൂട്ടിച്ചേർത്ത് BJP എന്ന് പറയുന്ന മുഖ്യ ശത്രുവിനെ അവസാനിപ്പിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അത് നേരത്തെയും ഞങ്ങളുടെ സുർജിത്തുള്ള സമയത്ത് നമുക്കറിയാമല്ലോ. വാജ്പേയിയുടെ കാലത്ത് ഞങ്ങൾക്ക് എണ്ണത്തിൽ കൂടുതൽ MP-മാരുള്ള സമയത്തും നിരുപാധിക പിന്തുണ കൊടുത്തതാ. ഈ മുസ്ലിം ലീഗിനെ പോലെ 5-ാം മന്ത്രിയും 6-ാം മന്ത്രിയും ചോദിച്ച് കെഞ്ചിയിട്ടൊന്നുമില്ല. നിരുപാധിക പിന്തുണ കൊടുത്ത് BJP അകറ്റി നിർത്തിയ പാരമ്പര്യമുള്ളവരാ ഞങ്ങള്. അത് ഇനിയും ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഇവിടെ ഈ കേരളത്തിനകത്ത് ഈ SDPI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും കാണിച്ച് വളരാൻ വെമ്പൽ കൊള്ളുന്ന RSS ഉണ്ട്, BJP ഉണ്ട്. അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കരുത് ഈ മുസ്ലിം ലീഗും കോൺഗ്രസും എന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഈ പ്രശ്നം തീർന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും ഒറ്റ വാക്കിൽ ഉത്തരം പറയട്ടെ, അല്ലെങ്കിൽ അവരങ്ങ് പ്രഖ്യാപിക്കട്ടെ ഞങ്ങൾക്ക് SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ വേണ്ട. അവർ ഈ സമൂഹത്തിൽ അപ്പോഴേക്ക് അസ്വസ്ഥമായി. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ കേരളത്തിനകത്ത് നമുക്ക് എന്തിനാ ഇങ്ങനെയുള്ള വർഗീയവാദികള്? UDF-ന് ഇപ്പോ ഇവർ 4 ലക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. ആ 4 ലക്ഷത്തിനകത്ത് എന്തിനാണ് പിന്നെ അവർക്കൊന്ന് പറഞ്ഞൂടെ? അവർക്ക് അങ്ങ് പ്രഖ്യാപിച്ചൂടെ ഞങ്ങൾക്ക് ഈ ഒരു മത തീവ്രവാദികളുടെയും വോട്ട് വേണ്ടാന്ന്? പിന്നെ നിങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ കൊടി പോലും അവർ ഉപേക്ഷിച്ചു എന്ന്. ഞങ്ങൾ എഴുതി കൊടുത്തിട്ട് ഉപേക്ഷിച്ചതല്ല, അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നതല്ല മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി. അത് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ കട്ട പിടിച്ചിട്ടുള്ള മുസ്ലിം വിരുദ്ധത തന്നെയാണ്, അവരുടെ മനസ്സിലുള്ള ഇസ്ലാമോഫോബിയയാണ്. എന്നെന്താ നിങ്ങൾ പറയാത്തത്? അതെന്താ നിങ്ങൾ പറയാത്തത്? അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പച്ച എന്ന നിറം ഇല്ല, ലീഗിന്റെ കൊടി പോലും കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മോശമാക്കി എന്ന മനസ്സിലാക്കൽ CPM-ന് ഇല്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം. വസീഫ്, ലീഗിന്റെ കൊടിയും ഇവിടെ ഉയർത്തേണ്ടതാണെന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഇല്ല, പരിഹസിച്ചതല്ല. ലീഗിന്റെ കൊടി പോലും ഇവിടെ ഉയർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ലീഗിന്റെ കൊടി ഒരു തീവ്രവാദ കൊടിയാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പച്ച എന്നത് അല്ല. ഞങ്ങൾ എന്തുകൊണ്ടാ പറയുന്നത്? ഞങ്ങൾ പറയാത്തത് ഇല്ല, അല്ല, പരിഹസിച്ചതല്ല. ഞങ്ങൾ പറഞ്ഞതെന്താ? പച്ച എന്നത് ഞങ്ങളൊക്കെ പച്ച നിറം ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് അസ്വസ്ഥമാകും. ഇല്ല, അത് അസ്വസ്ഥമാകുന്നത് രാഹുൽ ഗാന്ധിക്കേ ഉള്ളൂ, അത് കോൺഗ്രസിനേ ഉള്ളൂ, ഞങ്ങൾക്കില്ല. സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് അതാ ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറയട്ടെ, പച്ചക്കൊടിയെ ഞങ്ങളല്ല, പച്ചക്കൊടിയെ ഞങ്ങളാണോ നിരോധിച്ചത്? ഞങ്ങൾ പച്ച നിറം കാണുമ്പോ അസ്വസ്ഥരാവുന്നവരല്ല, പച്ചക്കൊടി ഉയർത്താൻ പാടില്ല എന്ന് പറയുന്നവരല്ല ഞങ്ങൾ. അങ്ങനെ പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. ഞങ്ങളുടെ അപേക്ഷയിന്മേലല്ല. രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ അങ്ങനെ ഒന്ന് കട്ട പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ കട്ട പിടിച്ചു നിൽക്കുന്നുണ്ട്. പച്ചക്കൊടി തീവ്രവാദികളുടെ കൊടിയാണ് എന്നുള്ളത്. അതുകൊണ്ടാ ഞാൻ ശാന്തനായി എടുക്കുന്നതല്ല. സ്മൃതി ചർച്ച തുടങ്ങി, വസീഫും സുധിയും തമ്മിൽ ചർച്ച നടത്തുന്നു. ഇടയ്ക്ക് ഒരു വഴിപാട് പോലെ BJP അവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ. വളരെ മോശം. ഞാൻ സ്മൃതിയുമായിട്ട് വിരോധമില്ല, കാരണം നിങ്ങൾ നിങ്ങളുടെ താല്പര്യം നടപ്പിലാക്കുന്നു, അത് നടപ്പിലാക്കിയുള്ളൂ, കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം മാത്രമാണ്, ഞാൻ വസീഫ് എന്നെ ഒരു സത്യവിരുദ്ധ പ്രസ്താവന പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വസീഫ് 100% നമുക്ക് തമ്മിൽ കൃത്യമായിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഷൊർണൂരിനകത്ത് 2020 മുതൽ നിങ്ങളുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ നിങ്ങൾ SDPയുടെ പിന്തുണ മേടിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അത് നിങ്ങൾ വട്ടവടയിലായിക്കോട്ടെ മറ്റു സ്ഥലങ്ങളിൽ SDPയുടെ പിന്തുണ മേടിച്ചതൊക്കെ നിങ്ങളുടെ വാറോല കിട്ടിയതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി അവർ രാജിവെച്ച് പോയതൊന്നുമല്ല. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് വിഷയങ്ങളായ സമയത്ത് മാത്രമാണ്. നിങ്ങൾ ഒരു ദിവസം അരനേരോ അല്പനേരോ ഒന്നുമല്ല നിങ്ങൾ ഈ ഭരണം കൊണ്ടുപോയത് SDPയുടെ പിന്തുണയോടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ നിയമസഭയിൽ നിങ്ങളിപ്പോൾ ഉണ്ടല്ലോ, അതിന് രേഖയുണ്ട് അവിടെ, ഒരു രേഖ. ആ രേഖ എന്ന് പറഞ്ഞാൽ പണ്ടൊരു ആര്യാടൻ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ. ആര്യാടൻ മുഹമ്മദിൻ്റെ മറ്റേ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞൊരു വിഷയത്തിൽ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതെന്നറിയോ? ആര്യാടൻ മുഹമ്മദിൻ്റെ പ്രാന്തെന്നാണ് ആ ഭാഷയെല്ലാം ഉപയോഗിച്ചതെന്ന് മാത്രം. ആര്യാടൻ മുഹമ്മദ് മൃദു ഹിന്ദുത്വവാദത്തിൻ്റെ വക്താവാണെന്നാണ്. നിങ്ങളുടെ നിയമസഭയിൽ പോയി നോക്കും, മൃദു ഹിന്ദുത്വവാദത്തിൻ്റെ വക്താവാണ് എന്ന് മറ്റേ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ നേതാവിൻ്റെ പേരാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരാണ് CPIM. നിങ്ങളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക, മത തീവ്രവാദമുണ്ട് എന്നും ന്യൂനപക്ഷ വർഗീയവാദം ഈ നാട്ടിലുണ്ട് എന്നും നിങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് കാലത്തിൻ്റെ യാഥാർത്ഥ്യം.
യാഥാർത്ഥ്യം എന്ന് പറയപ്പെടുന്നത്. ഞങ്ങൾ കാലങ്ങൾക്ക് മുന്നേ ഈ വിഷയം പറഞ്ഞിരുന്നു, കാലങ്ങൾക്ക് മുന്നേ ഈ വിഷയത്തിനെതിരെ ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നു. നിങ്ങളുടെ നേതാവായിട്ടുള്ള വിജയരാഘവൻ വളരെ കൃത്യമായി പറഞ്ഞു, മത തീവ്രവാദ ശക്തികൾ ഇവിടെയുണ്ട്. ആ തീവ്രവാദ ശക്തികൾ എന്ന് പറയപ്പെടുന്നത് ന്യൂനപക്ഷങ്ങളാണ്. ന്യൂനപക്ഷ വർഗീയവാദം, ന്യൂനപക്ഷ തീവ്രവാദം, ആ തീവ്രവാദ ശക്തികളുടെ വോട്ടുകൾ, ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പുറമേ നിന്ന് പിന്തുണയ്ക്കുന്നു. പുറമേ ഒന്നുമല്ല നിങ്ങൾ പിന്തുണയ്ക്കുന്നത്. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ടല്ല നിങ്ങൾ പൊന്തിച്ചത്, ഒരുമിച്ച് നിന്നിട്ടുണ്ട് നിങ്ങളുടെ കച്ചവടമൊക്കെ. ആ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ മുന്നണിക്ക് എതിരായിട്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചത്. അത് നിങ്ങളുടെ വിഷയം, ഞങ്ങളുടെ പ്രശ്നമല്ല. പിന്നെ കോൺഗ്രസ് ഇതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കില്ല. മിനിഞ്ഞാന്ന് നടന്നിട്ടുള്ള മഹാരാഷ്ട്ര നിയമസഭയിൽ ബഹുമാനായിട്ടുള്ള മഹാരാഷ്ട്ര മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഭാരത് ജോഡോ യാത്രയിലടക്കം മാവോയിസ്റ്റ് പിന്തുണയുണ്ടായിരുന്നു, മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടായിരുന്നു. കാഠ്മണ്ഡുവിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതിൽ മാവോയിസ്റ്റ് ഗൂഢാലോചന കാഠ്മണ്ഡുവിൽ വെച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളത് ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തീവ്രവാദ, ഈ സ്വഭാവമുള്ള ആളുകളെയൊക്കെ സംരക്ഷിച്ച് പാലൂട്ടി വളർത്തുന്ന ആളുകൾ തന്നെയാണ് CPM-ഉം കോൺഗ്രസും. ആ കാലാകാലത്തിന് അവർക്ക് ഇഷ്ടാനുസരണം അങ്ങനെ തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കും. വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി നെറുകെട്ട രാഷ്ട്രീയം നടപ്പിലാക്കുന്ന ആ നിങ്ങൾ ന്യായീകരണ തൊഴിലാളികൾ വെച്ച് ന്യായീകരിച്ചതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞ കാര്യം പോവില്ല. നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ വർഗീയവാദത്തിനെതിരെയും തീവ്രവാദത്തിനെതിരെയും മതമൗലികവാദത്തിനെതിരെയും ശക്തമായി ഞങ്ങൾ അന്നും ഇന്നും നാളെയും എന്നും നിലപാട് കൃത്യമായിട്ട് എടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഷിബു മീരാൻ ചുരുക്കി പറയണം, ഇപ്പോൾ ലീഗ് വർഗീയ കക്ഷിയാണെന്ന് പറയുന്നില്ല എന്ന് MP ഗോവിന്ദൻ പറയുന്നു. പക്ഷേ ലീഗ് അങ്ങനെ ആകരുത് എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് CPM ആശങ്കപ്പെടുന്നത്. ഞങ്ങളെക്കുറിച്ചൊരു ആശങ്കയും വേണ്ട. 10 വർഷം കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകട്ടെ, 100 വർഷം മുന്നോട്ട് പോകട്ടെ. നെഞ്ചത്ത് കൈവച്ച അഭിമാനത്തോടെ ഗോവിന്ദ മാഷിന് അപ്പോഴും പറയാൻ പറ്റും ഇറ്റ്സ് എ സെക്കുലർ പാർട്ടി എന്ന്. ഞങ്ങളെ വിമർശിച്ചതിന് ശേഷം പലവട്ടം അവർ പറഞ്ഞിട്ടുണ്ട്, ഇനിയും അത് അദ്ദേഹത്തെ ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞ ഒറ്റൊരു കാര്യം, ഒറ്റയൊരു സെക്കൻഡ് മാധു, ഇവിടെ ഇപ്പോൾ ഈ ബിരിയാണിയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഞാൻ ആദിപുരാതന കാലത്ത് ചരിത്രമല്ല ചോദിച്ചത്. ഈ രാജസ്ഥാനാണല്ലോ, ഒട്ടകം കുതിരയാണ്. ഈ രാജസ്ഥാനിൽ കുതിര ബിരിയാണി കിട്ടിയല്ലോ, അതിന്റെ നടുക്കഷ്ണം അമ്രാറാം കഴിച്ചല്ലോ. നാളെ ചർച്ചയ്ക്ക് വരുമ്പോ ഈ വോട്ട് വേണ്ട, കിട്ടിയാൽ ഞങ്ങൾ അങ്ങോട്ട് രാജിവെക്കുമെന്നല്ലേ. സഖാവ് അമ്രാറാം രാജിവെക്കുമോ? തമിഴ്നാട്ടിലെ CPM-ന്റെ 2 MP-മാർ രാജിവെക്കുവോ? ഇവിടുത്തെ വിദ്വാൻ 26-ാം തീയതി അടുക്കളയും കൂട്ടി പോയല്ലോ. ആ തമിഴ്നാട്ടിലും രാജസ്ഥാനിലും പോയി പ്രകടനം നടത്തി ഇസ്ലാമോ ഫോബിക്കായ രാഹുൽ ഗാന്ധിയാണ്. രാജിവെക്കാൻ തയ്യാറാവോ നിങ്ങൾ? ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് കൊണ്ട് കിട്ടിയ ഒറ്റ MP മതി, വേറൊന്നും വേണ്ടെന്ന് പറയാൻ തയ്യാറാവോ? ഇല്ലല്ലോ, കഴിയില്ലല്ലോ. ഇവിടെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചില്ലേ, ഇതൊരു വിശാല മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ്. ഇന്നിപ്പോ പാലക്കാട് നിന്ന് വന്നൊരു വാർത്ത, ഈ ക്രിസ്മസ് പാപ്പന്റെ അവിടെ തകർത്തെടുത്ത്, വസീഫ് ഒറ്റ മിനിറ്റ് പ്ലീസ്, ഒറ്റ മിനിറ്റ്. അവിടുന്ന് വന്നൊരു വാർത്ത എന്താണെന്നറിയോ? അവിടെ DYFI-ക്കാർ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരുമിച്ച് പ്രകടനത്തിന് പോയി വസീഫെ. എന്നിട്ട് കേക്ക് മുറിച്ചു, ഈ ക്രിസ്മസ് ആഘോഷം തകർത്ത BJP-ക്കെതിരെ. എന്നിട്ട് അവരാ പരസ്പരം ആ കേക്ക് പങ്കുവെച്ച് കഴിച്ചു എന്നാണ്. ഇത് ഈ നാട്ടിൽ അടിത്തട്ടിൽ അത് സംഘപരിവാർ വിരുദ്ധമാണ്. സ്വാഭാവികമായും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ വയനാട്ടിലെ മനുഷ്യർ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിൽ എത്തണമെന്ന് ആഗ്രഹിക്കും. നിരാശപ്പെടേണ്ട. ഈ വോട്ടിംഗ് പാറ്റേൺ ആസിറ്റീസ് ഒന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ പോലും. നിങ്ങൾ വെറുതെ ആ സാധുക്കളെ ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും മുൻവിധികളായിട്ട് സമീപിക്കേണ്ട. അവർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം വസീഫ് താങ്കൾ പറഞ്ഞത് തന്നെയാണ്. ഈ നാട് ഒറ്റക്കെട്ടായി BJP-യെ എതിർക്കാൻ ആഗ്രഹിക്കുന്നു, തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായും അവർ ബദലായി കാണുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസ് സഹായിക്കുന്നത് ഹിന്ദു വർഗീയതയാണ് എന്ന മനസ്സിലാക്കൽ CPM നടത്തേണ്ടതുണ്ട്. അതിലേക്ക് ഏതായാലും ഇപ്പോൾ വരും എന്ന സൂചനകൾ CPM നൽകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേറ്റ തിരിച്ചടിയുടെ ഫലമായി ഉണ്ടായിരിക്കുന്ന നിലപാട് മാറ്റമായി തന്നെ വേണം ഇപ്പോഴത്തെ പ്രതികരണങ്ങളെ വിലയിരുത്താൻ. സമയമില്ലാത്തതുകൊണ്ടാണ് വസീഫ്, നമുക്ക് ചർച്ച തുടരാം ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം. അതായത് അടുത്ത ദിവസം ഒരു അവസരം കൂടി എനിക്കുള്ളതാണ്. ശരിക്കും ഷിബു മീരാന് ശേഷം എനിക്കൊരു അവസരം തരേണ്ടതായിരുന്നു. അതെ, ശരി, തരാതെ പോകുന്നു നിങ്ങൾ. അത് ചുരുക്കി പറയാമെങ്കിൽ പെട്ടെന്ന് പറയും. എനിക്ക് ഒറ്റ മിനിറ്റ് ഞാൻ പറയാം. മുസ്ലിം ലീഗാണ് RSS-ന് നാരങ്ങാ വെള്ളം കൊടുത്തത്. ഞങ്ങള് കേക്ക് മുറിച്ചത് സംഘപരിവാരത്തിനെതിരാണ്. ഞങ്ങൾ അതേ സംഘപരിവാരത്തിന്റെ കൊടി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അഴിച്ച് താഴെ ഇറക്കിയവരാണ്. അവിടെയെല്ലാം മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്താണ്? നാരങ്ങാ വെള്ളം RSS-ന് കലക്കി കൊടുക്കുക. നിങ്ങളാണ് RSS-ന്റെ സമരപന്തലിൽ പോയി RSS നേതാവിനെ, BJP നേതാവിനെ തിരുവനന്തപുരത്ത് പോയി നിങ്ങളുടെ തങ്ങളാണ് കെട്ടിപ്പിടിച്ചിരുന്നത്. അപ്പോൾ ഇതൊന്നും ഞങ്ങളെ ഉപദേശിക്കണ്ട. ഞങ്ങൾ ശക്തമായി ന്യൂനപക്ഷ വർഗീയവാദത്തിനും ഈ ഭൂരിപക്ഷ വർഗീയവാദത്തിനും എതിരാണ്.
ഞങ്ങളുടെ നിലപാട് സെക്കുലർ ആണ്. ഞങ്ങൾ മതനിരപേക്ഷതയാണ്, മാനവികതയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിനി ഏത് സ്മൃതി അവരുടെ വോട്ട് കൃത്യമായി വാങ്ങിച്ചു വെച്ച് ജയിച്ച് ഒരു ഉളുപ്പമില്ലാതെ അതന്നെ വിളിച്ച് വളരെ നന്ദി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, വി വസീഫ്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.